ശേഖർകുമാർ ഒന്നാം പ്രതിയായ കോഴക്കേസിൽ ഡെപ്യൂട്ടി ഡയറക്ടർ വിനോദ് കുമാറിനെതിരെയും ആരോപണവുമായി പരാതിക്കാരൻ രംഗത്തെത്തി. കേസിന്റെ പേരിൽ തന്നെ ഭീഷണിപ്പെടുത്തിയത് വിനോദ് കുമാറാണ് എന്ന് കൊല്ലത്തെ കശുവണ്ടി വ്യവസായി അനീഷ് ബാബു പറഞ്ഞു. ഇഡി നടപടി അവസാനിപ്പിക്കാൻ മറ്റൊരു വഴി കാണണമെന്ന് ഉദ്യോഗസ്ഥൻ പറഞ്ഞുവെന്ന് അനീഷ് ബാബു പറഞ്ഞു. പക്ഷേ അത് അവരങ്ങനെ ഡയറക്റ്റായിട്ട് പറയുകയല്ലായിരുന്നു. അവരിങ്ങനെ പറഞ്ഞു, യു ഹാവ് ടു ഫൈൻഡ് എ വേ എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിനക്കിത് ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നീ വേറൊരു വഴി കണ്ടുപിടിക്കുക. പക്ഷെ അന്നേരം നമുക്കൊന്നും മനസ്സിലായില്ല. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം, പിന്നെ ഒത്തിരി കഴിഞ്ഞതിന് ശേഷമാണ് മെയ് 5 ആണെന്ന് തോന്നുന്നു എനിക്ക് സമ്മൻസ് വരുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇത് ചെയ്യുന്നത്. രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മറ്റൊരു ഉദ്യോഗസ്ഥന്റെ പേരിലായിരുന്നു അനീഷ് ബാബു ആരോപണം ഉന്നയിച്ചത്. എന്നാൽ തനിക്ക് പേര് മാറിപ്പോയി എന്നതാണ് പിന്നീട് അനീഷ് ബാബു വിശദീകരിച്ചത്. രാധാകൃഷ്ണനാണെന്ന് ഞാൻ ഈ രൂപം സാദൃശ്യമൊക്കെ വെച്ചിട്ട് ഇവിടെ ഞങ്ങൾ സംസാരിച്ചായിരുന്നു. അപ്പോൾ ഇവർക്കും ഒരു സംശയം വന്ന്, ഇവിടുത്തെ സാറുമാർക്കും ഒരു സംശയം വന്ന് ഇന്ന ആളാണോ എന്ന് ചോദിച്ചതാണ്. അതെ ആണോ എന്ന് ചോദിച്ചാൽ അപ്പോൾ എനിക്കും ആ ഒരു പേരിനൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് സാറിന്റെ പേരെന്താ അല്ല ഇപ്പൊ അപ്പോൾ വിനോദ് സാറാണ്. ഇപ്പൊ രാധാകൃഷ്ണൻ സാറല്ലേ ഇപ്പോൾ ഇതിൻ്റെ ന്യൂസൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ കാണിച്ച സാറാണ്, വിനോദ് സാറാണ്. അതെ, ഈ ഫോട്ടോ അപ്പോഴും നിങ്ങൾ ആരെങ്കിലും ഒരാൾ കാണിച്ചായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ.